എന്തൊക്കെ വൃത്തികേടുകളായിരുന്നു പറഞ്ഞിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല വേറെ എത്ര പേര് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചാനൽ ചർച്ചയ്ക്കകത്ത് പോയാൽ അവിടെ ചില പ്രതിപക്ഷ ബഹുമാനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കാറുള്ളൂ. എല്ലാവരും മകൻ്റെ പ്രായമേ ഉള്ളൂ, അവൻ്റെ അടുത്ത് എന്നാ നീ പറയണമെന്നുള്ളത് കേൾക്കേണ്ടി വന്നു. അങ്ങനെ തന്നെയാണ് പറയണ്ടേ, ചാമക്കാളയോട് അങ്ങനെ തന്നെയാണ് പറയണ്ടേ, അതിൽ യാതൊരു സംശയവുമില്ല. ചാമക്കാള കാരണം ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണെന്നാണ് സ്വയം വിളിക്കുന്നത്, അങ്ങനെ വിളിക്കുന്നത്. ഇയാൾ പ്രസംഗിക്കുന്ന അത്രയും സമയം സഭാരേഖ ബ്ലാങ്ക് ആയിരിക്കും. നിന്റെ വീട്ടിൽ പോയി വെല്ലടിച്ചാൽ മതിയാന്ന് പറയത്തില്ലേ സ്പീക്കറോട്. മുഖ്യമന്ത്രി വരെ സാറെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പത്തനാപുരത്തെ എട്ടുകാലി മുന്നിട്ട് കിടക്കുക, പത്തനാപുരം മുഴുവൻ ഉണ്ടാക്കിയത് പുള്ളിയാണെന്നും പറഞ്ഞ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, എൻ്റെ കയ്യിലിരിക്കുന്നത് കോൺഗ്രസിന്റെ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു വക്കീൽ നോട്ടീസാണ്. ഈ വക്കീൽ നോട്ടീസ് തൽക്കാലം നമുക്ക് ഇതിങ്ങനെ മടക്കി നമ്മളുടെ മേശപ്പുറത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമക്കാല കോടതിയിൽ പോകണം, 10% കെട്ടിവെക്കണം. കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോൾ നമുക്കതുമായിട്ട് പ്രതികരിക്കാം. ഇപ്പോൾ വക്കീൽ നോട്ടീസ് നമുക്കൊരു മറുപടി കൊടുത്തേക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ അടിയുറച്ച് തന്നെ നിൽക്കുന്നു. നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വന്നത് യാതൊരു പ്രശ്നവുമില്ല. ജ്യോതികുമാർ ചാമക്കാല പൊയ്ക്കോളൂ, അതിൻ്റെ തെളിവുകളുമായിട്ട് നമ്മൾ കോടതിയിൽ എത്തിക്കണം, നമുക്ക് സംശയമൊന്നുമില്ല. അത് കൂടാതെ ജ്യോതികുമാർ ചാമക്കാലയെക്കുറിച്ച് ഇനി നമ്മളങ്ങോട്ട് പറയാൻ പോവുകയാണെന്നേ, എപ്പോഴും ഈ ചാനലിൽ ഇരുന്ന് വിരൽ ചൂണ്ടി മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന പോലെ ഈ എന്താ പറയുക, എന്താണ് രാജൻഭായ് ഈ ചാമക്കാലയെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഇന്നലെ ഒരു ആൻറ്റി ചാമക്കാലയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടു. സൈബർ ആൻറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഈ ആൻറ്റിമാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് മറ്റു 2 യുവ നേതാക്കന്മാരായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരെയൊക്കെ തൽക്കാലം വിട്ടുകളയാം ഇപ്പം. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മനുഷ്യപരിഗണന വെച്ചിട്ട് തൽക്കാലം വിട്ടുകളയാം ഇപ്പം. അത് പിന്നെ ഒരു ലോങ് ടൈം പ്രോമിസ് ഒന്നുമല്ല. ഇപ്പോൾ അവരും മര്യാദയ്ക്ക് നിൽക്കുന്നു, അതുകൊണ്ട് നമ്മളും മര്യാദയ്ക്ക് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒരു വെല്ലുവിളിക്ക് വന്നതാണ് അവർക്ക് പറ്റിയ അപകടം. അവർ അവരുടെ കൂടെയുള്ള ആളെ കൊണ്ട് ഒരു പോസ്റ്റ് ഡീൽ ചെയ്യുന്ന തുടങ്ങിയതാണ് ഈ വിഷയങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുറേ ആൻറ്റിമാരിങ്ങളുണ്ട് ഇങ്ങനെ, പിന്നെ അത് എന്നിട്ട് ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ട് അവർക്ക് എന്താ വെച്ചാൽ ഇവരുടെ അറ്റൻഷൻ കിട്ടണം, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വല്ലതും പിന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം, ഞങ്ങൾ നിങ്ങളെ ആളാന്ന് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇവർ ഹയർ ചെയ്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ആൻറ്റിമാരോട് കുറച്ച് ഉണ്ണിക്കുട്ടന്മാരുമുണ്ട്. ഉണ്ട് കുട്ടന്മാരുമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പിന്നെ ചാമക്കാല എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പം അത് വേണമെങ്കിൽ മലയാളത്തിൽ ചാമക്കാള എന്നും വായിക്കാം. കാരണം CHAMAKKALA ചാമക്കാള എന്നും വായിക്കാം. അതെന്ത് വായിക്കണം എന്നുള്ളതൊക്കെ അവനവൻ്റെ വിഭജന ബുദ്ധിക്ക് വിട്ടുകൊടുക്കാം. അപ്പം കാരണം തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം എന്നാണല്ലോ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, കൊച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇംഗ്ലീഷുകാർക്ക് ഈ ചില അക്ഷരങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരുന്നു തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞേ. അത് പറഞ്ഞ പോലെ തന്നെ അതെന്തോ ആവട്ടെ, ആൾക്കാരെന്താ വിളിക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ചാനൽ ചർച്ചകളിലൂടെ വരുന്ന ഒരാളാണ്. DCCയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചരിത്രം മൊത്തം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ചരിത്രം നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് എല്ലാം കൂടെ ഇന്ന് പറയുന്നില്ല. എല്ലാം കൂടെ പറയാന്ന് പറഞ്ഞാൽ 15 മിനിറ്റിലേറെ പിന്നെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. ചാനൽ ചർച്ചകളിൽ തന്നെ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിൽ ഇത്ര അറഗൻ്റായിട്ട്, ഇത്ര അസഹിഷ്ണുമായിട്ട്, ഇത്ര അതായത് ഒരു ആഭാസ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ചാനൽ ചർച്ചയെ വികൃതമാക്കുന്ന ആളുകളിൽ ഒരാളല്ലേ ജ്യോതികുമാർ ചാമക്കാല. എന്തൊക്കെ വൃത്തികേടുകളായിരുന്നു പറഞ്ഞിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല വേറെ എത്ര പേര് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി ജിൻഡോ ജോൺ പോകുന്നില്ലേ, അനിൽ ബോസ് പോകുന്നില്ലേ, ആരൊക്കെയോ പോകുന്നുണ്ട്, ചാണ്ടി ഉമ്മൻ പോകുന്നില്ലേ, ചർച്ചയ്ക്ക് പോകുന്നില്ല, ഇപ്പൊ പോകുന്നുണ്ട്. ക്ലാസിക് ചർച്ചകളാണ്. ശബരിനാഥൻ പോകുന്നുണ്ട്, ടി സിദ്ദിഖ് പോകുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോകും. എന്തിനാ ഷാഫി പറമ്പിൽ പോലും പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ എന്തോ തല്ലുകൂടാൻ വിളിച്ചതാണോ? ഇത് ബോക്സിംഗ് മത്സരം ഒന്നല്ല, ബോക്സിംഗ് റിങ്ങിലോട്ടല്ല വിളിക്കുന്നത് ചാനൽ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനും ചാനൽ ചർച്ചകളിലൊക്കെ പോയിട്ടുള്ളതാണ്, മാതൃഭൂമിയിലും പിന്നെ ജനം TV യിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം ചാനൽ ചർച്ചയ്ക്കകത്ത് പോയാൽ അവിടെ ചില പ്രതിപക്ഷ ബഹുമാനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കാറുള്ളൂ. എല്ലാവരും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഷാഫി ചാലിയും പിന്നെ ക്ലാസിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളാണ്. PK ഫിറോസ് ചാനൽ ചർച്ചകളിൽ നന്നായിട്ട് ഇതാവുന്നതാണ്. സന്ദീപ് ബജസ്പതി BJPയുടെ, അതേപോലെ തന്നെ M സ്വരാജ്. കഴിഞ്ഞ ദിവസം M സ്വരാജിൻ്റെ ചർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. M സ്വരാജും രമേശ് ചെന്നിത്തലയും K സുരേന്ദ്രനും പിന്നെ MN കാരശ്ശേരി മാഷും കൂടെ പലരും പല പാർട്ടിപ്പെട്ടവരാ. പക്ഷേ യുവരാജ് ഗോകുല് ചാനൽ ചർച്ചയിൽ നന്നായിട്ട് പിന്നെ ശോഭിക്കുന്ന ഒരാളാണ്. ഇവരൊക്കെ ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാളുണ്ട്. ഇദ്ദേഹം ഒരിക്കൽ സന്ദീപ് വാര്യരും പുള്ളിയും കൂടെ ഉള്ളത് ഞാൻ ഇന്നിരുന്ന് വീണ്ടും റെഫർ ചെയ്തു. ഈ വിഷയം ഞാൻ അറിഞ്ഞപ്പം, സിബി വിളിച്ചപ്പം ഞാനായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയുടെ എല്ലാ സാധനവും നോക്കി
ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ അത് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടി. അല്ലാതെ ആർട്ടിക്കിളുകളുടെ ലിങ്കും ഇപ്പോൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലിങ്കും ആൾക്കാർ ഇട്ടേക്കുന്നൊക്കെ. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസം. എല്ലാം കൂടെ നോക്കാൻ നേരമില്ല. കാരണം ഇതിൻ്റെ പുറകെ പോലൊന്നും അല്ല നമുക്ക് പണി. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അത് നടത്തട്ടെ. സന്ദീപ് വാര്യർ BJPയിലാവുമ്പോൾ സന്ദീപ് വാര്യരും ഇങ്ങേരും തമ്മിലുണ്ടായ ഒരു വാഗ്വാദം തുടങ്ങി വെച്ചത് ജ്യോതികുമാർ ചാമക്കാലയാണ്. ചാമക്കാല എടാ നീ നിൻ്റെ അച്ചുവിട്ടി പറഞ്ഞാൽ മതിയെന്നോ, വീട്ടിൽ അച്ചുവിട്ടി പറഞ്ഞാൽ മതി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ രാഷ്ട്രീയ നേതാവാകുന്നേ. KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാന്നേ. അങ്ങനെയുള്ള ഒരാളാണ് പറയുന്നത്. വേണ്ട, യുവരാജ് ഗോകുലുമായിട്ട് ഇപ്പോൾ BJPയിലുള്ള യുവരാജ് ഗോകുലുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ, അതിനകത്ത് അതൊക്കെ നിന്റെ അവിടെ പോയി പറഞ്ഞാൽ മതി, നിന്റെ ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ യുവരാജ് ആദ്യം പറഞ്ഞു, നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുകയല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കുക, എടാ പോടാ വിളി വേണ്ട എന്ന് പറഞ്ഞു. നീ പോടാ അവിടെ നിന്ന് പറഞ്ഞു. എന്നാ നീ പറയടാന്ന് പറഞ്ഞു യുവരാജ് അവസാനം. എന്നാ നീ പറയടാന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ, എന്നാ നീ പറയടാന്ന് പറഞ്ഞു. പുള്ളിയുടെ ആയ കാലത്ത് പിന്നെ കല്യാണം കഴിച്ചാൽ യുവരാജിൽ മകൻ്റെ പ്രായമേ ഉള്ളൂ. അവൻ്റെ അടുത്ത് എന്നാ നീ പറയടാന്നുള്ളത് കേൾക്കേണ്ടി വന്നു. അങ്ങനെ തന്നെയാണ് പറയണ്ടേ. ചാമക്കാളയോട് അങ്ങനെ തന്നെയാണ് പറയണ്ടേ, അതിൽ യാതൊരു സംശയവും ഇല്ല. നീ പോടാ പുല്ലേ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതിനകത്ത് ചാമക്കാല ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവരുടെ ഈ സൈബർ കടന്നലുകളെ വെച്ചിട്ടുള്ളതും AI സംവിധാനമൊക്കെ കൂടെ വെച്ചിട്ടുള്ള കളി ഉണ്ടായിരുന്നല്ലോ. ഈ കളിയും നാളെ നമ്മളും പ്രകോപിതരായി പോയത്. ശരിക്കും പറഞ്ഞു, നമ്മളെന്നല്ല, മാധ്യമ ലോകം മുഴുവൻ ഏറ്റവും വാശിയോടുകൂടി പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തിയത് ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പോൾ പിന്നെ നമ്മളും വിട്ടില്ല. ഇപ്പോൾ ആ പരിപാടി നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മെല്ലെ പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുന്നത്. നമ്മളതിൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് തൽക്കാലം കൂടുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കാരണം അതങ്ങ് നിന്നു. അത് ഉണ്ണിത്താനെ ചൊറിയാൻ പോയപ്പോഴാണ് ഉണ്ണിത്താൻ പറഞ്ഞത്, നിർത്തിക്കോളം നിന്നേക്കാൻ വാരി വലിച്ച് ചുമരൊട്ടിക്കുന്നു പറഞ്ഞു. ചാമക്കാളയും ഇവരും ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട്. ചാമക്കാള കാരണം ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണെന്നാണ് സ്വയം വിളിക്കുന്നത്. അങ്ങനെയാണ് വിളിക്കുന്നത്. ശരിക്കും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ വേറെ ഉണ്ട്. ഞാൻ വിമൽകുമാർ എന്നൊക്കെ പറയുന്നത് അതേപോലെ. കാരണം പുള്ളി എവിടെ ഇലക്ഷൻ ഉണ്ടെങ്കിലും ആ ക്യാമ്പിനെ കേന്ദ്രീകരിച്ച് അവിടെ നിൽക്കും. അത് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കും. വീട് കയറാനൊന്നും അധികം പോകുന്നില്ല, അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കും. 2-3 വീട് കയറും റീൽസ് എടുക്കാൻ. ഇദ്ദേഹം ഈ സരിനെതിരെ, സരിൻ കോൺഗ്രസ് വിട്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് പോയ സമയത്ത് ഒരു ചർച്ചയ്ക്കകത്ത് പറയുന്നത്, മനോരമ ചാനലിനകത്ത്, അതിനകത്ത് പറയുന്നത് ആസനത്തിൽ ആലുമുളക്കിയ പറയുന്ന വാക്കാ. പിന്നെ തെമ്മാടിത്തരം ആണോ കാണിക്കുന്ന വിവരം കെട്ടവൻ, ഇങ്ങനെയുള്ള ഒരുത്തൻ കേരള നിയമസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം, ഒരു സെൻറ്റൻസ് പോലും സഭാരേഖകളിൽ വെക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളൊരു കർമ്മപ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇയാൾ പ്രസംഗിക്കുന്ന അത്രയും സമയം സഭാരേഖ ബ്ലാങ്ക് ആയിരിക്കും. ഒന്നും രേഖപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എല്ലാം അൺപാർലമെൻ്ററിയാണ് പറയുന്നത്. അങ്ങനെ ഒരാളാണോ പോകണ്ടേ? ഗുണ്ടായിസം കളിക്കുന്നത് ക്യാമ്പസ് പൊളിറ്റിക്സ് ആണോ ഇത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ നിയമസഭാ സ്പീക്കർ റൂളിങ് കൊടുക്കുമ്പോൾ സമയം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ബെല്ലടിക്കുമ്പോൾ നിൻ്റെ വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ മതിയാന്ന് പറയത്തില്ലേ സ്പീക്കറോട്? മുഖ്യമന്ത്രി വരെ സാറെന്നാണ് വിളിക്കുന്നത്. സ്പീക്കറോട് പറയത്തില്ല നിൻ്റെ വീട്ടിൽ പോയി ബെല്ലടിക്കടാ, നിൻ്റെ അച്ചുകൂട്ടി പോയി ബെല്ലടിക്കടാ, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കടാ, നീ ആരാടാ എന്നോട് ചോദിക്കാൻ? ഇയാൾ പറയുന്നേ. ഇയാളെ ക്യാരക്ടർ വെച്ച് അത്രയേ ഉള്ളൂ. ഇയാൾ ഇമ്മച്ചുറായിട്ടുള്ള ഒരു മനുഷ്യൻ, അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു മനുഷ്യൻ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ. ഇപ്പോൾ പത്തനാപുരത്തെ എട്ടുകാലി മുന്നേറ്റ് കിടക്കുക. പത്തനാപുരം മുഴുവൻ ഉണ്ടാക്കിയത് പുള്ളിയാണെന്നും പറഞ്ഞ്. എന്തായാലും ഒരു കാര്യത്തിൽ ചാമക്കാളയോട് നന്ദി പറയണം. എന്താണെന്നറിയോ, ഈ ചാമക്കാള ബാക്കി 139 മണ്ഡലങ്ങളിലെ പഞ്ചായത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്നില്ല. അതിനുള്ളൊരു വിശാല ഹൃദയം അദ്ദേഹം കാണിച്ചു. അത് നിങ്ങളൊക്കെ കൂടെ എടുത്തോ. ഈ ഒരു മണ്ഡലത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക്, അത് ഞാനുള്ളതുകൊണ്ടാണ്. ഞാനില്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ഇല്ല, ഞാനില്ലെങ്കിൽ അവിടെ കോൺഗ്രസ്സുകാരും ജയിക്കത്തില്ലായിരുന്നു, ഞാനുള്ളതുകൊണ്ട് പഞ്ചായത്തെല്ലാം കിട്ടിയെന്നുള്ള അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയുന്നതിനാണ് ഈ എട്ടുകാലി മുഞ്ഞെന്ന് വൈക്കം ദോഷിയുടെ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഇദ്ദേഹം ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ കാണിച്ചൊരു പരിപാടിയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് എടുത്തു വെച്ചു. നമ്മളെ പണി പിന്നെ ഇതാണല്ലോ. അപ്പോൾ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. കാരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ നോണ പറയുന്നില്ല. നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ അതിനകത്ത് എങ്ങനെ സ്ഥിതി എന്നറിയുമോ? ബാലകൃഷ്ണപിള്ള മരിച്ചപ്പം കൊട്ടാരക്കരയുടെ വീട്ടിലോട്ട് ചെല്ലുക, രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ ഇയാൾ ബാക്കിയുള്ളവരെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ മുമ്പിൽ കയറിയിട്ട് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ എല്ലാം കവർ ചെയ്യല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ വരുന്നത്. അപ്പം രമേശ് ചെന്നിത്തലയുടെ കൂടെ പുള്ളി തന്നെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പുള്ളി അപ്പോൾ വലിയ പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാന പയ്യനായിപ്പോയി.
സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ അംഗീകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങനെ തള്ളിക്കയറേണ്ട ആവശ്യമുണ്ടോ, പുറകെ നിന്നാലും മതിയല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഈ രമേശ് ചെന്നിത്തലയോ പത്രാവരല്ല പുള്ളിയുടെ സ്ഥലം അഞ്ചലാണ്. ഈ രമേശ് ചെന്നിത്തലയോ ഈ പിന്നെ വി ഡി സതീശനോ ഈ കെ സി വേണുഗോപാലോ ഈ ഉമ്മൻചാണ്ടിയോ ഒക്കെ എവിടെയെങ്കിലും തള്ളി മുമ്പിൽ കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ആകെ കൂടെ നമ്മൾ കണ്ട് കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനിടയിൽ ഒരു സംഭവം കണ്ടുപോയി. അതെനിക്ക് ചിരിപ്പിക്കുന്ന സാധനമായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് തള്ളുകയാണ്, തള്ളിയിട്ട് അങ്ങ് കയറി വരിക. കാരണം പുള്ളിക്ക് കാരണം മീഡിയ ശ്രദ്ധ കിട്ടുക, മരിച്ച ആളെ കാണാൻ പോവുക. ഒന്നീ കാണാൻ പോകരുത്, കാണാൻ പോകുന്നിടത്ത് ഈ ഷോ ഓഫ് നടത്തല്ലേ. അപ്പോൾ ഈ ഷോ ഓഫിൻ്റെ ആളാണ് ഇയാൾ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കണ്ടു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചാനൽ ചർച്ചകൾ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. സന്ദീപ് വാര്യരെ പറഞ്ഞത്, യുവരാജ് ഗോകുലിനെ പറഞ്ഞത്, സരിനെക്കുറിച്ച് സരിൻ്റെ അസാന്നിധ്യത്തിലിരുന്നാണ് പറഞ്ഞത്. സരിനില്ലാത്തപ്പം തെമ്മാടിത്തരം, പിന്നെ ആസനത്തിൽ ആല് മുളച്ച പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിവരമില്ലായ്മയാണ്. വിവരമില്ല. രാജുഭായി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല, പത്തനാപുരത്തെ കാര്യം പറഞ്ഞില്ല. പത്തനാപുരം ഇയാളാണ് സൃഷ്ടിച്ചത്. പത്തനാപുരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2001 കണക്ക് നമ്മുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF ആണ്. അതായത് തലവൂര്, വിളക്കുടി, പട്ടാഴി വടക്കേക്കര, പിറവന്തൂര്, തെന്മല, ഇവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് UDF. ഡാറ്റയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറയുന്നത് പെരുമ്പാവൂരിലുണ്ടായ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഒരു ദിവസം എടുത്തോ? ഇല്ല. മൂവാറ്റുപുഴയിലെ പിന്നെ എവിടെയെങ്കിലും വിജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ഇങ്ങനെ വിളിച്ചോണ്ടാണെന്നോ? കൊല്ലത്ത് കൊടിക്കുന്ന് സുരേഷ് വല്ലതും പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇയാൾ കൊടിക്കുന്നിൽ സുരേഷിനെ ബോധ്യപ്പെടുത്തി നിൽക്കുക. കൊടിക്കുന്നിൽ സുരേഷിന് ഇട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട്. അത് മീഡിയ ഫീൽഡിലുള്ള ചില ആൾക്കാരെന്ന് എനിക്കറിയാവുന്ന. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങേര് വീഡിയോ എടുത്ത് വീഡിയോയുടെ ആളായിട്ട് നിൽക്കും. രമേശ് ചെന്നിത്തല എടുത്ത് അത് പിന്നെ കുറച്ചുകൂടെ പാവമാ, അതുകൊണ്ട് പുള്ളിയുടെ ആളായിട്ട് നിൽക്കുക. പുള്ളിയുടെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളി എൻ്റെ ആളാ. അങ്ങനെ വീട് പിന്നെ ഒന്നുകൂടെ ഒന്ന് സ്ക്രീൻ ചെയ്യും. കേസിലെടുത്ത് കേസിൻ്റെ ആളായിട്ട് നിൽക്കും. ഇത് നിൽക്കുക, എന്നിട്ട് അപ്പുറത്ത് പറയാം, ഇപ്പുറത്ത് പറയാം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ടെന്നേ ഇതിനകത്ത്. ഇവർ 3 പേരും തമ്മിൽ ഇത്ര ആരൊക്കെ അവരടുത്ത് ചെല്ലുന്നത് എന്നുള്ളത് അവർ പറയത്തില്ലല്ലോ. അപ്പം ഞാനും സിബി ഒക്കെ ഒരു സ്ഥാനം നോക്കി നിൽക്കുക. അപ്പോൾ സിബിയോട് ഒരാൾ സപ്പോർട്ടായിട്ട് വരുന്നു എന്നുള്ളത് സിബി എന്നോട് പറയത്തില്ല. പക്ഷേ അതേ ആൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഞാൻ സിബിയോടും പറയുന്നില്ല. ഇത് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ പൊളിയുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്ത ജെറോമും ചാണ്ടി ഉമ്മനും ഷോൺ ജോർജും കൂടെ ഇരുന്നിട്ട്, ചിന്ത നടുക്കിരിക്കുന്നു, ഇപ്പുറത്ത് ഷോൺ ഇരിക്കുന്നു, റൈറ്റ് സൈഡിൽ ചിന്തയുടെ ലെഫ്റ്റ് സൈഡിൽ ചാണ്ടി ഉമ്മൻ ഇരിക്കുന്നു. അപ്പോൾ ആരോഗ്യരംഗത്തെ കേരളത്തിലെ മെച്ചങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ്. ചിന്തയുടെ സാഹിത്യമാണല്ലോ പറയുന്നത്. ചിന്ത പറയുകയാണ്, ഇന്ന് കേരളത്തിലെ നമ്മളെ പിന്നെ ആരോഗ്യരംഗം സ്കാൻഡിനേവിയൻ കൺട്രികളുടെ തുല്യമായിട്ടുള്ള അതിനേക്കാളും മറികടക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ ചാണ്ടിയമ്മൻ ഒരൊറ്റ പൊട്ടിച്ചിരിക്കുക. അപ്പോൾ ചിന്ത ചാണ്ടിയമ്മൻ്റെ കാലിലും അടിക്കുന്നുണ്ട്, കയ്യെ പിടിക്കുന്നു. എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ ഒരു അടുപ്പത്തിൻ്റെ ആണല്ലോ, ഒരു വൈബ് ഉണ്ടാവുന്നതിൻ്റെ ആണല്ലോ. അവൻ എന്നിട്ട് അപ്പം ചാണ്ടിയമ്മ പറഞ്ഞു, ഞാനൊന്ന് ചിരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ അല്ല, ഞാൻ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടേ കാണിക്കാമെന്ന് എന്നിട്ട് പറയണമെന്ന്. ചിന്ത പിന്നെ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക. അപ്പോൾ അവസാനം ഷോൺ ചാണ്ടിയുടെ മൈക്കാണ് വാങ്ങുന്നത്. 3 പേർക്കും മൈക്കില്ല, 2 മൈക്കേ ഉള്ളൂ. അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ടും അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും. എനിക്കറിയാവുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പല ആൾക്കാരെയും തമ്മിൽ അവർ പല പാർട്ടിപ്പെട്ടവരും തമ്മിലുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ബന്ധമുണ്ട്. അതെന്താ ഇയാൾക്ക് ആ സ്വഭാവം ഇല്ലാത്ത ഒരു അറഗൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അരോചകമാണ് പുള്ളിയുടെ ചാനൽ ചർച്ചയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള ഒരു മട്ടിലാണ്, ഞാനെന്നുള്ളൊരു വലിയ ഭാവം. ഒന്നുമല്ലാത്തവനല്ലേ എല്ലാമാണെന്നുള്ള ഭാവം അത് കാണിക്കുന്നു. കാരണം ഈ കോൺഫിഡൻസ് ഇല്ലാത്തവനും കാപ്പബിൾ അല്ലാത്തവനും അവൻ എപ്പോഴും പിന്നെ ഞാൻ നല്ല ഇതാണെന്നുള്ള മിടുക്കനാണെന്നുള്ളത് തോന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിറകുടം തുളുമ്പത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ പഠിച്ചത് MG കോളേജിലാണ്, BSc കെമിസ്ട്രി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഇവിടെ ചിക്കമാംഗ്ലൂരിൽ പോയിട്ടാണ് എൻജിനീയറിങ് എടുക്കുന്നത്. MG കോളേജിൽ US ആയിട്ട് മത്സരിച്ച് തോറ്റതാണ്. MG കോളേജിലെ കഥ മുഴുവൻ ചാമക്കാലയെക്കുറിച്ച് ജ്യോതികുമാർ ചാമക്കാലയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക്, ക്യാമ്പസിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക്, അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ജ്യോതികുമാർ ചാമക്കാലയുടെ കഥ പറയാനുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഇവിടെ ഇപ്പം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മര്യാദയ്ക്കൊക്കെ നിർത്തി അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജ്യോതികുമാർക്ക് ചാമക്കാലയ്ക്ക് നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങളിവിടെ MLA ആവാനോ ഞാൻ ജേർണലിസ്റ്റ് പോലും ആണെന്നുള്ളത് അവകാശപ്പെടുന്നില്ല ഞാൻ. പക്ഷേ നിങ്ങൾ ചാനൽ ചർച്ചയിൽ പോയിരുന്ന് പറയുന്ന പോലെ അല്ല നമ്മൾ പറയുന്നത്.
നിങ്ങൾക്ക് കുറച്ചുകൂടെ സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നിൽക്കുക. ഒരു പാർട്ടിയുടെ രാജ്യം ഏറെ വർഷം പ്രവർത്തിച്ച ഒരു പാർട്ടിയുടെ KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ പദവിയിൽ പലരും ഇരുന്നതാ. അവിടെ പിന്നെ ചില കസേരയിൽ മൂട്ടയും കയറി ഇരിക്കും. അത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ണിത്താൻ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ വെച്ച് നിർത്തിക്കോണം, അതാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടൊക്കെ അറിയാമെന്നുള്ളത് നമുക്കറിയാം, കാരണം ചാനൽ ചർച്ച കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ പിന്നെ ബാക്കി കാര്യങ്ങൾ പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത് എന്നത് അതൊരു വാണിംഗ് അല്ല, ഞാനൊരു റിക്വസ്റ്റാണത്.